ഓം ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. പീതാംബരം കരവിരാജിത ശംഖചക്രാ കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണീയം ദശകം 39. യോഗമായ പ്രാദുർഭാവവും കൃഷ്ണജന്മോത്സവവും. ഭവന്തമയമുദ്വഹൻ യദുകുലോദ്വഹോ നിസ്സരൻ ദദർശ ഗഗനോജ്വലൽ ജലഭരാം കളിന്ദാത്മജാം അഹോ സലില സഞ്ജയ സപുനരിന്ദ്രജാലോദിതോ ജലൗഘ ഇവ തൽക്ഷണാൽ പ്രമദമേ യഥാ മായയൗ. ഭവാനി എടുത്തുകൊണ്ടുപോകുന്ന വസുദേവൻ തനിക്ക് മുറിച്ചു കടക്കേണ്ട യമുനാ നദി മാനം മുട്ടുന്ന തിരമാലകളോടുകൂടി കരകവിഞ്ഞ് പ്രവഹിക്കുന്നത് കണ്ട് പരിഭ്രമിച്ചു. എന്നാൽ പെട്ടെന്ന് ആ ജലപ്രവാഹം ഇന്ദ്രജാല നിർമ്മിതമായ ജലപ്രവാഹം പോലെ അദൃശ്യമാകുകയും ജലം പാദത്തോളം എത്തുന്നതായി തീരുകയും ചെയ്തു. പ്രസുപ്ത പശുപാലികാം നൃപൃതമാരുതദ്ബാലികാമവാവൃതകവാടികാം പശുപവാടികാമാവിശൻ ഭവന്തമയമർപ്പയൻ പ്രസവതൽപകേ തൽപദാൽ ദ്വഹൻ കപടകന്യകാം സ്വപുരമാഗതോ വേഗത. ഗാഠനിദ്രയിലാണ്ടുകിടന്ന ഗോപിമാരെയും മലർക്കെ തുറന്നു കിടക്കുന്ന കവാടങ്ങളെയും കടന്ന് വസുദേവൻ യശോദയുടെ സൂതിശയ്യയ്ക്ക് സമീപം അനായാസം എത്തിച്ചേർന്നു. ചെറിയ ശബ്ദത്തിൽ കരയുന്നവളും പെൺകുട്ടിയുടെ രൂപം ധരിച്ചവളുമായ മായാദേവിയുടെ സ്ഥാനത്ത് അങ്ങയെ കിടത്തിക്കൊണ്ട് അദ്ദേഹം അവളെ എടുക്കുകയും ഭയം മൂലം വേഗത്തിൽ സ്വപുരത്തിലെത്തുകയും ചെയ്തു. തതസ്ത്വതനുജാരവക്ഷവിതനിദ്രവേഗദ്രവൽഭടോൽക്കരനിവേദിത പ്രസവവാർത്തൈവാർത്തിമാൻ വിമുക്തജിഗുരോൽക്കരാസ്ത്വരിതതാമദാൻ ഭോജരാടദുഷ്ടൈവ ദൃഷ്ടവാൻ ഭഗിനികാകരേ കന്യകാം. അങ്ങയുടെ അനുജത്തിയായ യശോദാപുത്രിയുടെ കരച്ചിൽ യശോദാപുത്രിയുടെ കരച്ചിൽ കേട്ട് ഉറക്കമുണർന്ന ഭടന്മാർ വേഗത്തിൽ ഓടിച്ചെന്ന് അറിയിച്ച പ്രസവവാർത്ത കേട്ട് ഭീതനായ കംസൻ അഴിഞ്ഞ തലമുടിയോടുകൂടി തിരക്കിട്ടോടി വന്നപ്പോൾ ദേവകിയുടെ കയ്യിൽ തൻ്റെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി ഒരു പെൺകിടാവിനെ കണ്ടു വ്യാകുലനായി തീർന്നു. ധ്രുവം കപടശാലിനോ മധുഹരസ്യ മായാ ഭവേദസാവിധി കിശോരികാം ഭഗിനികാകരാലിംഗിതാം ദിവോ നളിനികാന്തരാ ദിവമൃണാളികാമാക്ഷിബന്നയം ത്വതനുജാമജാമുബലപട്ടകേ പിഷ്ടവാൻ. വളരെ ചിന്തിച്ചതിനു ശേഷം ഇത് മായാവിയായ മധുസൂദനന്റെ മായയായിരിക്കുമെന്നുറച്ച് കംസൻ സ്വസഹോദരിയാൽ ആലിംഗന നിബദ്ധയായിരിക്കുന്ന അങ്ങയുടെ അനുജത്തിയെ നളിനസരസിൽ നിന്ന് ആന താമരവളയത്തെ എന്ന പോലെ ബലമായി വലിച്ചെടുക്കുകയും കൽത്തളത്തിൽ എറിയാൻ തുടങ്ങുകയും ചെയ്തു. തതോ ഭവതു ഭാസകോ ഝടിതി മൃത്യുപാശാദിവാ പ്രമുച്ചതരസൈവ സാ സമധിരൂഢരൂപാന്തരാ അധസ്ത്വദലജന്മുഷി വികസദഷ്ടബാഹുസ്ഫുരന്മഹായുധമഹോഗത കില വിഹായ സാദ്യുദ്യുതേ. അങ്ങയെ ഉപാസിക്കുന്നവർ മരണപാശത്തിൽ നിന്നും മോചിതരാകുന്നതുപോലെ കന്യകാരൂപം ധരിച്ച മായാദേവി പെട്ടെന്ന് ദിവ്യരൂപം ധരിച്ച് കംസന്റെ കൈകളിൽ നിന്ന് വഴുതി മേലോട്ടുയരുകയും കാന്തിയേറിയ 8 കരങ്ങളിൽ ഉജ്ജ്വലിക്കുന്ന മഹായുധങ്ങളോടുകൂടി സ്ഥിതി ചെയ്യുകയും ചെയ്തു.
നൃശംസതരകംസതേ കിമു മയാ വിനിഷ്പിഷ്ടയാ ബഭൂവ ഭവദന്തക ക്വചന ചിന്യതാം തേ ഹിതം ഇതി ത്വതനുജാ വിഭോ ഖലു മുദീര്യതം ജിങ്മുഷീ മരുദ്ഗണപണായിതാ ഭുവി ച മന്ദിരാണീയുഷീ. ഹേ അതിക്രൂരനായ കംസ, എന്നെ വധിക്കുന്നതുകൊണ്ട് നിനക്കെന്തു പ്രയോജനം? നിന്റെ അന്തകൻ ഇവിടെ ഒരിടത്ത് ജനിച്ചിട്ടുണ്ട്. ഇനിയെല്ലാം നല്ലപോലെ ചിന്തിച്ചു ചെയ്യുക. ഈ വിധം പറഞ്ഞ ഹേ പ്രഭോ, അങ്ങയുടെ അനുജത്തി ദേവഗണങ്ങൾ സ്തുതിച്ചുകൊണ്ടിരിക്കെ മറയുകയും വിശ്വകല്യാണത്തിനായി ഭൂമിയിലെ പുണ്യക്ഷേത്രങ്ങളിൽ സ്ഥിതി ചെയ്യുകയും ചെയ്തു. പ്രഗേ പുനരാഗാത്മജാ വചനഭീരിതോ ഭൂഭുജ പ്രലംബഭഗഭൂതന പ്രമുഖധാനവാമാനിന ഭവന്നിധിയ കാമ്യയാ ജഗതി ബഭ്രഭൂർനിർഭയാ കുമാരക വിമാരക കിമിഹ ദുഷ്കരം നിഷ്കൃപൈ. അടുത്ത പ്രഭാതത്തിൽ കംസൻ പ്രലംബൻ, ഭഗൻ, ഭൂതന മുതലായ അസുരരോട് ദേവിയുടെ വാക്കുകൾ പറഞ്ഞറിയിച്ചു. മതാന്തരായ അവർ അങ്ങയെ നിഹനിക്കണമെന്ന ഉദ്ദേശത്തോടെ ഓരോ മായകൾ പ്രയോഗിച്ച് നിർഭയരായി ലോകം മുഴുവൻ തിരയുകയും ശിശുക്കളെ നിർദ്ധയൻ നിഗ്രഹിക്കുകയും ചെയ്തു. നിഷ്കൃപന്മാർക്ക് എന്താണ് ചെയ്തുകൂടാത്തത്? തതഃ പശുപമന്ദിരേ ത്വയി മുകുന്ദനന്ദപ്രിയാ പ്രസൂതിശയനേശയേ രുവതി കിഞ്ചിദൽ ജൽപദേ വിബുദ്ധ്യ വനിതാ ജനൈസ്തനയ സംഭവേ ഘോഷിതേ മുദാ കിമു വദാമ്യഹോ സകലമാകുലം ഗോകുലം. നന്ദഗോപഗൃഹത്തിൽ യശോദാദേവിയുടെ പ്രസവമഞ്ചത്തിൽ കിടന്നിരുന്ന അങ്ങ് പതുക്കെ കാലിളക്കി കരഞ്ഞപ്പോൾ സ്ത്രീകൾ മുഴുവൻ ഉണരുകയും അങ്ങയെ കണ്ട് ആനന്ദിക്കുകയും യശോദയുടെ പ്രസവവൃത്താന്തം ഘോഷിക്കുകയും ചെയ്തു. അപ്പോൾ ഗോകുലം മുഴുവൻ മുഖരിതരായി തീർന്നുവെന്നല്ലാതെ ഹേ മുകുന്ദ, ഞാൻ എന്തു പറയട്ടെ? അഹോ ഖലു യശോദയാ നവകളായ ചേതോഹരം ഭവന്തമലമന്തികേ പ്രഥമമാവ്യബന്ധ്യാദൃശ പുനഃസ്ഥനഭരൻ നിജം സപദി പായയന്ത്യാമുദ മനോഹരതനുസ്പൃശ ജഗതി പുണ്യവന്തോജിതാ. വിടർന്നു വിലസുന്ന പുതിയ കായാമ്പു പോലെ ശ്യാമളവർണ്ണനും മനോഹരനുമായ അങ്ങയെ അരികിൽ കണ്ട യശോദ ആനന്ദാധിക്യത്താൽ നിർനിമേഷം നോക്കിയിരിക്കുകയും പിന്നീട് മുലകുടിപ്പിച്ച് കോമളമായ ശരീരം തലോടുകയും ചെയ്തു. ഇതിന് ഭാഗ്യം സിദ്ധിച്ച യശോദ ലോകത്തിലുള്ള എല്ലാ പുണ്യവതികളെയും വെല്ലുന്നു. ഭവൽകുശലയ കാമ്യയാ സഖലു നന്ദഗോപസ്ഥതാ പ്രമോദഭരസങ്കുലോ ദ്വിജകുലായ കിം നാദദാൽ തദൈവ പശുപാലകാ കിമുന മംഗളം തേനിരേ ജഗത്രദയമംഗള ത്വമിഹ പാഹി മാമയാൽ. അങ്ങയുടെ ജനനത്താൽ സന്തോഷസ്ഥിമിതനായ നന്ദഗോപൻ അങ്ങയുടെ മംഗളം കാംക്ഷിച്ചുകൊണ്ട് ബ്രാഹ്മണർക്ക് എന്തെല്ലാം തരത്തിലുള്ള ദാനങ്ങൾ ചെയ്തില്ലേ? അപ്രകാരം തന്നെ മറ്റു ഗോപന്മാരും അങ്ങയുടെ നന്മയ്ക്കു വേണ്ടി എന്തെല്ലാം ശുഭകർമ്മങ്ങൾ ചെയ്തില്ലേ? ത്രിലോകക്ഷേമകാരിയായ ഈശ്വര, എന്നെ രോഗപീഠകളിൽ നിന്നും മോചിപ്പിക്കണേ. ശ്രീ ഗുരുവായൂരപ്പാ രക്ഷിക്കണേ. ശ്രീഹരയേ നമഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ ജഗദംബികായേ നമഃ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.